ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് മോർണിംഗിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ അതുപോലത്തെ രാത്രി കിടക്കാൻ നേരം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളുടെ മൈൻഡിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ പറയാറില്ലേ? അങ്ങനെ തന്നെയല്ലേ വരാറ്. അപ്പം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ക്വിക്കായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിൽ ഈ റീഡിംഗ് എപ്പോഴാണോ എത്തുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാത്രം റീഡിംഗ് കാണാനിരിക്കുക. അതുപോലെ ഇത് ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, ഓ മൈ ഗോഡ്, 2 കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഏതായാലും 2 കാർഡ് വന്ന സ്ഥിതിക്ക് 2 എടുക്കുക. മൈ ഗോഡ്, 4 ഓഫ് വാൺസ് ആൻഡ് പേജ് ഓഫ് വാൺസ്. അതായത് നിങ്ങളുടെ കല്യാണം കഴിക്കണം, നിങ്ങളെ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ്, അതല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 6 ഓഫ് കപ്സ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. 100% ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ക്യൂൻ ഓഫ് കപ്സ്. നിങ്ങൾ വളരെയധികം ഒരു നാച്ചുറിങ് ക്യാരക്ടർ, വളരെയധികം കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് നിങ്ങളെ നഷ്ടപ്പെടുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. പേജ് ഓഫ് വാൺസിന്റെ എനർജി കൂടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ റെഡിയാണ്. അതായത് ഒരു മെച്യൂരിറ്റി കുറവുള്ള വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ അവരെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടേത്. അതല്ലെങ്കിൽ ഏജ് ഉള്ളതാണെങ്കിൽ പോലും അവർക്കൊരു മെച്യൂരിറ്റി കുറവായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ കൊണ്ടുവരണം, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയാണ്. ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ കൊണ്ടുവരണം. അതായത് നിങ്ങളൊരു ഹോംലി ഫീൽ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളവരൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അങ്ങനെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ്. അപ്പോൾ വളരെ നല്ലൊരു റീഡിംഗ് ആണ്. 4 ഓഫ് വാൺസ് നമുക്കൊരു സോൾമേറ്റ് അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ കിട്ടുന്ന ഒരു കാർഡ്സ് ആണ്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സും പറയുന്നത് ഒരു മെമ്മറിയാണ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിയാണിത്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അവരിന്ന് ഓർത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു റീഡിംഗ് ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.